അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊന്ന് പൊതുപരീക്ഷ 5-ലെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. അതുപോലെ 5-ലെ ഫിഖ്ഹിൽ 25 പാഠങ്ങളുണ്ട്. ആ പാഠത്തിൽ നിന്നൊക്കെ പ്രത്യേകം ഓരോ പാഠത്തിൽ നിന്നും തയ്യാറാക്കിയ ക്വിസ് ലഭിച്ചിട്ടില്ലെങ്കിൽ താഴെ ക്വിസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ആദ്യ പ്രവർത്തനം നോക്കാം. ശരി അടയാളപ്പെടുത്താം എന്നുള്ള പ്രവർത്തനമാണ്. ശരി അടയാളപ്പെടുത്തുക. 1. നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരന് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി. അവിടെ സുന്നത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, കറാഹത്ത് എന്നുണ്ട്, ജായിസ് എന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക എന്നത് അത് കറാഹത്താണ് കേട്ടോ. 2. ആർത്തവരക്തമെന്ന് പറയുന്നതാണ്. ആർത്തവരക്തം എന്ന് പറയപ്പെടുന്നത് ഏതാണ്? ഇസ്തിഹാലത്താണോ, അതോ നിഫാസ് രക്തമാണോ, അതോ ഹൈൽ രക്തമാണോ? ശരിയായത് ഹൈൽ രക്തം തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് 3. വുളൂഇന് പകരമായി തയമ്മും ചെയ്യൽ. വുളൂഇന് പകരമായി തയമ്മും ചെയ്യൽ എന്താണ്? വാജിബാണോ, സുന്നത്താണോ, അതോ ഷർത്താണോ? അത് വാജിബാണ്. വുളൂഇന് പകരമുള്ളതാണല്ലോ തയമ്മും, അത് ചെയ്യൽ വാജിബാണ്. 4. സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. സ്ത്രീകൾക്ക് സുന്നത്തുള്ള കാര്യം എന്താണ്? ഇതിൽ ഫാത്തിഹ ഓതലാണോ, ബാങ്ക് വിളിക്കലാണോ, അതോ ഫാത്തിഹ ഓതലാണോ, ഇഖാമത്ത് വിളിക്കലാണോ? ശരിയായത് ഇഖാമത്ത് വിളിക്കലാണ് സ്ത്രീകൾക്ക് സുന്നത്തുള്ളത്. ബാങ്ക് വിളിക്കൽ സുന്നത്തില്ല. 5. ബാങ്കിൽ തക്ബീറുകളുടെ റാഇന് സുക്കൂൻ ചെയ്യൽ. അല്ലാഹു അക്ബർ എന്നെന്ത് ചെയ്യുക? സുക്കൂൻ ചെയ്യുക. അതിൻ്റെ വിധി എന്താണ്? കറാഹത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, സുന്നത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, വാജിബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സുന്നത്താണ് വരിക, കാരണം അത് സുന്നത്തുകളിലാണ് പാഠഭാഗത്ത് പറയുന്നത് കേട്ടോ. ഇനി തൊട്ടടുത്ത പ്രവർത്തനം യോജിപ്പിക്കുക എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് എഴുതിയെടുക്കുക. 1. ദീനിൻ്റെ വിധികൾക്ക് പറയുന്നു. ദീനിൻ്റെ വിധിവിലക്കുകൾക്ക് പറയുന്ന പേര് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അൽ അഹ്കാമു ശർഇയ്യ എന്നാണ് പറയുക. അതിങ്ങോട്ടാണ് എഴുതിയെടുക്കേണ്ടത് കേട്ടോ. 2. ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ ആസന്നമായ എന്നുള്ള വാക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് വരുന്ന ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇതെന്താണ് അർത്ഥം മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉത്തരവെടുത്ത് എഴുതരുത്. പല കുട്ടികളും ആവേശത്തിലെടുത്ത് എഴുതും, ലാസ്റ്റ് പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ആസന്നമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഉള്ള നിസ്കാരം, ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഗ്‌രിബ് ആയിട്ടുണ്ടെങ്കിൽ മഗ്‌രിബ്. അപ്പോൾ ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് ഏത്? ബ്രാക്കറ്റിൽ കാണാം ഖലാ എന്ന് കാണാം. ഖലാ ആയതാണ് മുന്തിക്കേണ്ടത്. ഇപ്പോൾ മഗ്‌രിബാണെങ്കിൽ അസ്ർ ഖലാ ആയിട്ടുണ്ടെങ്കിൽ അസ്റാണ് ആദ്യം നിസ്കരിക്കേണ്ടത്, ശേഷമാണ് മഗ്‌രിബ്. 3. ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. സ്വയം ശുദ്ധിയുണ്ട്, അതോടൊപ്പം മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനത്തെ വെള്ളത്തിന് പറയുന്ന പേരാണെന്ത്? മുകളിൽ കാണാം തഹൂർ. രണ്ടിനും കഴിയുന്നതാണ് തഹൂർ കേട്ടോ. ഇനി 4. മുത്തവസ്സിത്തായ നജസിൽപ്പെട്ടതാണ്. മുത്തവസ്സിത്തായ നജസ്, ഒരു മീഡിയം നജസിൽപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. അത് ലഹരി ദ്രാവകങ്ങളാണ് കേട്ടോ. ലഹരി ദ്രാവകങ്ങൾ. ഇനി 5. വുളൂഇൻ്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ്. വുളൂ പരിപൂർണമായി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായൊരു കാര്യം അത് മുകളിലുണ്ട്. സുന്നത്താണ്, ഷർത്തല്ല കേട്ടോ, സുന്നത്താണ്. വുളൂഇൻ്റെ പരിപൂർണതയ്ക്ക് സുന്നത്ത് അത്യാവശ്യമാണ്. ഇനി അടുത്തതാണ് വിശദമാക്കുക എന്നുള്ള പ്രവർത്തനം. വിശദീകരിച്ച് എഴുതുക. 1. ളുഹർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയ്യത്ത് ചോദിച്ചാൽ പൂർണ്ണമായ നിയ്യത്തിന് എഴുതണം. ഒരിക്കലും ഉസല്ലി ഫർള ളുഹരി എന്ന് എഴുതരുത്, കാരണം നിങ്ങൾ കുട്ടികളല്ലല്ലോ, 2ാം ക്ലാസ്സിലൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ പരിപൂർണമായിട്ടുള്ള നിയ്യത്ത് തന്നെ എഴുതാം. ഉസല്ലി ഫർള ളുഹരി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല. അത് പരിപൂർണ്ണമായിട്ട് എഴുതാം.
2 നിസ്കാരത്തിൻ്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ. ഇവിടെ ഖിയാം എന്നുള്ള സ്ഥലത്ത് പല ആളുകൾക്കും സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തിനാ ഖിയാം എന്ന് പറയാം? അപ്പം നൃത്തം, നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കണം എന്നാണല്ലോ 3ാമത്തെ ഫർള്. അപ്പോൾ അതിൽ ഖിയാമാണെന്നല്ലോ പറയുന്നത്. നിൽക്കാൻ കഴിയുന്ന ആൾ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ ഖിയാം. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഖിയാമിൽ നൃത്തത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ നമ്മളിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ കറാഹത്തുള്ള കാര്യങ്ങൾ അത് കുറേ പറയുന്നുണ്ട് പാഠഭാഗത്ത്. അതിലേതൊക്കെയാണ്? 1 കാലുകൾ ചേർത്ത് വെക്കുക, ഒരുമിച്ച് കൂട്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു കാല് മുന്തിച്ച് വെക്കുക. അങ്ങനെ നിൽക്കലും കറാഹത്താണ്. കാരണമില്ലാതെ ചാരി നിൽക്കലും കറാഹത്ത് തന്നെയാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള പ്രവർത്തനമാണ്. ഒറ്റ ഉത്തരം എഴുതിയാൽ മതി കേട്ടോ, കൂടുതൽ വിശദീകരിക്കുകയൊന്നും ചെയ്യണ്ട. 1 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കലാണ്. അതിന് പറയുന്ന പേര് ഖസ്ർ എന്നാണ്. ഖാഫ് സ്വാദ് റ ഖസ്ർ. ജംഉ ഖസ്ർ എന്നുള്ള പാഠത്തിലാണ് പറയുന്നത് കേട്ടോ. 2 1-ാം റക്അത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം. സിമ്പിളാണ്, കാരണം അത് ജുമുഅയാണ്. ജുമുഅയുടെ ഷർത്തുകളിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 3 സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ. അതിൻ്റെ വിധി എന്താണ്? അത് സുന്നത്താണ്. അതും ജുമുഅ കേൾക്കുന്നവർക്കുള്ള സുന്നത്തിൽപ്പെട്ടതാണ് കേട്ടോ. 4 സക്കാത്തുൽ ഫിത്റിൻ്റെ മറ്റൊരു പേര്. സക്കാത്തുൽ ഫിത്റിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ബദൻ എന്നാണ്. 5 ഹൈലുകാരി നോമ്പുണ്ടായിരിക്കൽ. നോമ്പുണ്ടായിരിക്കൽ എന്താ? അതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. ഹൈലുള്ള സമയത്ത് നോമ്പ് നോൽക്കൽ ഹറാമാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. എന്ത് ചൊല്ലണം എന്നുള്ളതാണ് പ്രവർത്തനം. 1 1-ാം റക്അത്തിൽ ഫാത്തിഹയുടെ മുമ്പ് എന്തൊക്കെ ചൊല്ലണം? നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. വജ്ജഹ്തും, അതിനു മുമ്പ് അഊദും ചൊല്ലണം അല്ലേ? ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് അഊദ് കേട്ടോ. വജ്ജഹ്ത് ഓതിയിട്ട് പിന്നെ ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് അഊദും ഓതണം. ഇനി 2 ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ എന്താ പറയേണ്ടത്? സമിഅല്ലാഹു ലിമൻ ഹമിദഹു എന്നാണ്. പലപ്പോഴും ചിലപ്പോൾ അതിൻ്റെ ദിക്ർ എഴുതി വെക്കും ചിലർ. അങ്ങനെയല്ല, ഇഅ്തിദാലിലേക്ക് പോകുമ്പോഴുള്ള ദിക്റാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. ചോദ്യം നന്നായി വായിച്ച ശേഷം മാത്രം ഉത്തരം എഴുതുക. 3 പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ഡാഷ്. എന്താണ് ചെയ്യേണ്ടത്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി 4 നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തറതു. അങ്ങനെയാണ് ചൊല്ലേണ്ടത്. 5 ഖലായിലേക്ക് കടക്കും മുമ്പ്. ഇതിലും ഈ വാക്കും ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഖലാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഖലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ് എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം. ഇവിടെ വിട്ടുപോയതൊക്കെ എഴുതി കൊടുക്കുക. 1 2 കുല്ലത്തിൽ ഡാഷ് വെള്ളം. 2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം ഡാഷ് ചേർന്നാൽ മുത്തനജ്ജിസാകും. നജ്സ് ചേർന്നാൽ തന്നെ മുത്തനജ്ജിസാകും. ഇതൊക്കെ പൂരിപ്പിക്കാൻ വരുന്ന വരികളിലുള്ളതാണ് കേട്ടോ. നമ്മുടെ ട്യൂഷനൊക്കെ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ പൂരിപ്പിക്കാൻ വരുന്ന ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോ പാഠത്തു നിന്നും. 2 പല്ലിൽ ഡാഷ് നാവിൽ ഡാഷ് മിസ്വാക്ക് ഡാഷ്. പല്ലിൽ എങ്ങനെയാണ്? അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. 3 ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം ഡാഷ് ദുൽഖഅദ് ഡാഷ് 10 10-ാം രാവ് ഡാഷ് ദിവസവുമാണ്. ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം ഷവ്വാൽ ദുൽഖഅദ് ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസമാണ്. അതാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം ആശയം എഴുതുക എന്നുള്ളതാണ്. അർത്ഥം എഴുതുക. ആശയം എഴുതുക എന്നാൽ തന്നെ ചില കുട്ടികൾക്ക് സംശയമാണ്. എന്താ ആശയം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനുള്ള പ്രവർത്തനമാണ് കേട്ടോ. ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്തിരി. അതിൻ്റെ അർത്ഥം പാഠഭാഗത്തിന് പറയുന്നുണ്ട്.
നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. ഇനി 2 അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിർറബ്ബി. മിസ്വാക്ക് ചെയ്യൽ വായ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. ഇനി അടുത്ത പ്രവർത്തനം ഫറളും സുന്നത്തും വേർതിരിച്ച് എഴുതുക എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, ഖുനൂത്ത് ഓതൽ, വജ്ഹത്ത് ഓതൽ, തുമഇനീനത്ത്. ഇതിൽ ഫറളും സുന്നത്തും വേർതിരിക്കുക സിമ്പിളാണ്. ആദ്യം സുന്നത്ത് വേർതിരിക്കുക അല്ലെങ്കിൽ ഫറള് വേർതിരിക്കുക, എന്നത്തിനെ ബാക്കി കിട്ടും. ഇതിലിപ്പോൾ സുന്നത്ത് നമുക്ക് ആദ്യം തിരഞ്ഞെടുക്കാം. ഖുനൂത്ത് ഓതൽ സുന്നത്താണ്, അപ്പോൾ അത് ഇതിലേക്കുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വജ്ഹത്ത് ഓതുക, അത് സുന്നത്താണ്. ബാക്കി മുഴുവനും ഫറളിൽപ്പെട്ടതാണ് കേട്ടോ, ഫറളാണ്. ഓക്കെ. ഇനി ഉത്തരം എഴുതുക എന്നുള്ള പ്രവർത്തനം 1. സക്കാത്ത് 2 വിധമാകുന്നു. ഏതെല്ലാം? 2 വിധമുണ്ട്. സക്കാത്തുൽ മാൽ, സക്കാത്തുൽ ബദൻ. സമ്പത്തിൻ്റെ സക്കാത്തും ശരീരത്തിൻ്റെ സക്കാത്തും. 2. ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം? 2 എണ്ണം പ്രത്യേകം സ്ത്രീകൾക്കുള്ളതാണ്. 1 ഇദ്ദയിലല്ലാതിരിക്കുക, മറ്റൊന്ന് കൂടെ ഭർത്താവോ മഹറമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടാവുക. ഇതാണ് 2ാമത്തെ ഷർത്ത്. ഇനി 3. ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം. ഏതെല്ലാം? ഒരു തയമ്മും കൊണ്ട് ഫറള് കിഫ 1, പിന്നെ സുന്നത്തുകൾ എത്രയും ആവാം. ഫറള് കിഫ അതുപോലെ സുന്നത്തുകൾ എന്നിവ എത്രയുമാകാം. ഫറള് ഐന് 1 പറ്റുള്ളൂ, ഫറള് നിസ്കാരം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.